നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 11-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. നമ്മൾ മൂല നക്ഷത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ മൂലം എന്ന് പറയുമ്പോൾ വേറൊന്നായിട്ട് കാണുന്നത് കൊണ്ട് മലയാളികൾ മൂലത്തിനെ വേറൊന്നായിട്ട് കാണുന്നത് കൊണ്ട് മൂല നക്ഷത്രം എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം പറയാൻ തന്നെ നമ്മളെ കൺസൾട്ട് ചെയ്യാൻ ആളുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ വന്നിരുന്ന നക്ഷത്രം എന്താണ്, അപ്പോൾ അവർക്ക് നമ്മളെ മുഖത്ത് നോക്കി പറയാം, ഒരു മടി, അങ്ങോട്ട് മൂല നക്ഷത്രം എന്ന് പറയും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ മൂല നക്ഷത്രത്തെ നോക്കുമ്പോൾ, ജാതക പ്രകാരം നോക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. അത്ര ശക്തി നക്ഷത്രമാണ് മൂല നക്ഷത്രം, അത്ര പവർഫുൾ നക്ഷത്രമാണ് മൂലം. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കുന്ന നക്ഷത്രമാണ് മൂല നക്ഷത്രം. അതുകൊണ്ട് മൂല നക്ഷത്രത്തിലാണ് ഇന്ന് ഉദയം വന്നിരിക്കുന്നത്. അപ്പോൾ മൂല നക്ഷത്രം ആയതുകൊണ്ട് നല്ല നക്ഷത്രമാണ്, നല്ല ദിവസമാണ്, നല്ല കാര്യങ്ങൾക്കെല്ലാം ഇന്ന് അനുകൂലപ്രദമായ ദിവസവും കൂടിയാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം. നമുക്ക് വീട്ടിൽ സ്വസ്ഥമായി, കൂടുതൽ പേരും അവധി ദിവസമാണ്, വീട്ടിൽ സ്വസ്ഥമായി നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് നല്ല ദിവസം വന്നില്ലെങ്കിൽ ആ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവും. പലപ്പോഴും അവധി ദിവസങ്ങളിൽ, വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ വഴക്കും ഐക്യമില്ലായ്മയും. അപ്പോൾ കുടുംബസമേതം നിൽക്കുക. കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം ഇമ്പം ഇല്ലെങ്കിൽ കുടുംബം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇന്ന് ഏറ്റവും സഹായിക്കുന്ന ദിവസമാണ്. കുടുംബസമേതം ഇരുന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും നമുക്കൊരടുത്തൊരാഴ്ചയ്ക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് തന്നിരിക്കണേ. അതുപോലെ തന്നെ കുംഭമാസത്തിലെ മൂല നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. പുരോഗതി വന്നു ചേരും. പ്രകാശം എന്ന് പറഞ്ഞാൽ, സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നതാണ്, നമുക്ക് എനർജി പകരുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. ബിസിനസ്സാദി കാര്യങ്ങളോ വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അവർക്കും നേട്ടഫലത്തെ കൊടുക്കും. പഠിക്കാനാവട്ടെ, മറ്റ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഒക്കെ നല്ലൊരു സാഹചര്യം ഒടുങ്ങുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം 4:30 തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും 5 മണി 1 മിനിറ്റ് തൊട്ട് 6:30 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യാത്രയ്ക്കെടുക്കരുത്. എന്നാലും നമ്മൾ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം രാഹു ഉണർന്നിരിക്കുന്ന സമയമാണ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രപഞ്ചത്തിൽ രാഹു ഉണർന്നിരിക്കുന്ന സമയം. ഈ സമയം നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ഒന്നിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്, യമകണ്ഠ കാലവും ഗുളികകാല സമയവും. അതിലിന്നും ഗുളികകാല സമയം വരുന്നത് ശരിക്കും 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 3 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 12:38 തൊട്ട് 2 മണി 6 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. 12 മണി 14 മിനിറ്റ് തൊട്ടാണ് അഭിജിത്ത് മുഹൂർത്തം. 1 മണി 2 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. യാതൊരു മുഹൂർത്തം ഇല്ലെങ്കിലും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. എല്ലാത്തിനെയും സഹായിക്കാൻ, അതിജീവിക്കാൻ സഹായിക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അത് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ നല്ല വസ്ത്രധാരണത്തിനുള്ള പ്രാധാന്യം എന്താണ്? നമ്മൾ ഇന്ന് വസ്ത്രം ധരിക്കുമ്പോൾ റെഡ് മിക്സായിട്ടുള്ളതോ, ചുടുകല്ലിൻ്റെ കളറിലുള്ളതോ, റോസ് കളറോ, താമരപ്പൂവിൻ്റെ കളറിലോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് പോകാം. കാരണം വസ്ത്രധാരണം വീട്ടിൽ നിന്നാലും
രാവിലെ എഴിച്ച് വസ്ത്രമൊക്കെ കുളിച്ച് വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ആ കളറിലുള്ള ഇടുക പുറത്ത് പോകുമ്പോൾ. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് സൂര്യൻ്റെ ദിവസമായ സൂര്യൻ്റെ ചൈതന്യം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.